വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചൊവ്വ ഓരോ വ്യക്തികളുടെയും രാശിയിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമാർഗങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ചൊവ്വ ഇടവരാശിയിൽ നിൽക്കുമ്പോൾ വിധിപ്രകാരം ഭഗവതി ക്ഷേത്രത്തിൽ നിശ്ചിത വെള്ളിയാഴ്ച തോറും പോകുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. മിഥുന രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ജ്യോതിഷവിധി പ്രകാരം നിശ്ചിത ബുധനാഴ്ച തോറും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുന്നത് ദോഷപരിഹാരത്തിന് നല്ലതാണ്. കർക്കിടക രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ വിധിപ്രകാരം നിശ്ചിത തിങ്കളാഴ്ച തോറും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുരുതി പുഷ്പാഞ്ജലി നടത്തുന്നതും ഉത്തമമാണ്. ചിങ്ങം രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ വിധിപ്രകാരം നിശ്ചിത ഞായറാഴ്ച തോറും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഇളനീർ അഭിഷേകം ചെയ്യുന്നതും അർച്ചന നടത്തുന്നതും നല്ലതാണ്. തുലാം രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ വിധിപ്രകാരം നിശ്ചിത വെള്ളിയാഴ്ച തോറും പതിവായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുന്നതും വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ്. വൃശ്ചികം രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ വിധിപ്രകാരം നിശ്ചിത ചൊവ്വാഴ്ചകൾ തോറും പതിവായി ദേവീക്ഷേത്രത്തിൽ പോകുന്നതും ദോഷപരിഹാരമായി വഴിപാടുകൾ നടത്തുന്നതും വളരെ നല്ലതാണ്. ധനുരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ നിശ്ചിത വ്യാഴാഴ്ചകൾ തോറും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുന്നതും വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ്. മകരം രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ വിധിപ്രകാരം നിശ്ചിത ശനിയാഴ്ചകൾ തോറും പതിവായി ദേവീക്ഷേത്രത്തിൽ പോകുന്നതും ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. കുംഭം രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ നിശ്ചിത ശനിയാഴ്ചകൾ തോറും പതിവായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും നല്ലതാണ്. മീനം രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ജ്യോതിഷ വിധിപ്രകാരം നിശ്ചിത വ്യാഴാഴ്ച തോറും പതിവായി ദേവീക്ഷേത്രത്തിൽ പോകുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ്. എന്നാൽ ചൊവ്വ സ്വക്ഷേത്രങ്ങളായ മേടം, വൃശ്ചികം എന്നീ രാശികളിൽ സ്ഥിതി ചെയ്താൽ രാജപൂജിതരായി തീരും. സൈന്യത്തിലോ പോലീസിലോ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ധനമുള്ളവരായിരിക്കും. അവരുടെ ശരീരത്തിൽ മുറിവുകളോ വ്രണങ്ങളോ അടയാളമായിട്ടുണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.